ഡിസംബർ 10 വിശുദ്ധ എവുലാലിയോയുടെ തിരുനാളിൽ ആഗോളസഭ. ഡയോക്ലിഷ്യന്റെയും മാക്സിമിയന്റെയും മതപീഡന കാലത്ത് സ്പെയിനിൽ മെരീഡ എന്ന നഗരത്തിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് എവുലാലിയ ജനിച്ചത്. ഭക്തരായ മാതാപിതാക്കന്മാരുടെ പ്രചോദനത്തിൽ ബാല്യകാലത്ത് തന്നെ ഒരു കന്യകയെ ജീവിക്കാൻ അവൾ പ്രതിജ്ഞ ചെയ്തു. എവുലാലിയയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് മതപീഡന വിളംബരം മെരീഡയിൽ പ്രസിദ്ധം ചെയ്തതും അത് നടപ്പിലാക്കാൻ റോമൻ ഗവർണർ കൽപൂർണിയോസ് വന്നു ചേർന്നതും. എവുലാലിയയുടെ കുടുംബാംഗങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലായിരുന്നുവെങ്കിലും രക്തസാക്ഷിത്വത്തിനുള്ള താൽപര്യത്താൽ പ്രേരിതയായി എവുലാലിയ മെരീഡയിലേക്ക് ഒരു രാത്രി പുറപ്പെട്ടു. ദീപമോ മാർഗദർശിയോ ഉണ്ടായിരുന്നില്ല. രാവിലെ കൽപൂർണിയസിന്റെ അടുക്കിലെത്തി വിഗ്രഹാരാധന നിർത്തലാക്കാനും ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്നതിലുള്ള ദുഷ്ടതയും അവൾ ചൂണ്ടിക്കാണിച്ചു. അവളുടെ ധൈര്യം കണ്ട് ആശ്ചര്യഭരിതനായ ഗവർണർ ചോദിച്ചു, "നീ ആരാണ്?" അവൾ മറുപടി പറഞ്ഞു, "ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം അങ്ങയുടെ പ്രവൃത്തിയോട് ഭയങ്കര വെറുപ്പ് ഉളവാക്കിയിരിക്കുന്നു." അവളുടെ മറുപടി കേട്ട് അദ്ദേഹം ചോദിച്ചു, "കുഞ്ഞ് ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ?" അവൾ മറുപടി പറഞ്ഞു, "ഗവർണറോട്." പല വാഗ്ദാനങ്ങൾ നൽകി അവളെ വശീകരിക്കാൻ കൽപൂർണിയോസ് ശ്രമിച്ചെങ്കിലും അവൾ ഉറച്ചു തന്നെ നിന്നു. ജഡ്ജി അവളെ മർദ്ദിക്കാൻ ആജ്ഞാപിച്ചു. മർദ്ദകർ അവളെ ഈയക്കട്ടയുള്ള ചെമ്മട്ടി കൊണ്ട് അടിച്ച് വ്രണതയാക്കി. അനന്തരം മുറിവുകളിൽ തിളച്ച എണ്ണ ഒഴിച്ചു. കത്തുന്ന പന്തങ്ങൾ ദേഹത്തിലും മാറിലും വെച്ചു. എല്ലാം നന്ദിപൂർവ്വം ഈശോയ്ക്കായി സ്വീകരിച്ചു. ഇത് കണ്ട് ക്രുദ്ധനായ ഗവർണർ അവളുടെ മാംസം ഇരുമ്പ് കൊളുത്തുകൊണ്ട് കീറിയെടുത്ത് എല്ലുകൾ നഗ്നമാക്കാൻ ആജ്ഞാപിച്ചു. എവുലാലിയ ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, "ഈ വ്രണങ്ങൾ എന്നെ അങ്ങയുടെ മണവാട്ടിയാക്കാൻ യോഗ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ അതിന് യോഗ്യയാക്കണമേ." ആ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന പ്രുദൻസിയോസ് എവുലാലിയയുടെ രക്തസാക്ഷിത്വ ചരിത്രം കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട്. പ്രസ്തുത കവിതയിൽ മർദ്ദകർ പിന്നീട് അവളുടെ ചുറ്റും തീ കൂട്ടുകയാണ് ചെയ്തതെന്ന് വിവരിക്കുന്നു. അങ്ങനെ അവൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 13 വയസ്സുള്ള കുട്ടിയുടെ ധീരമായ സഹനം അവളെ ഒരു വിശുദ്ധയാക്കി മാറ്റി. രക്തസാക്ഷിയായ വിശുദ്ധ എവുലാലിയയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.